ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജനനം 1856 ആഗസ്റ്റ് മാസം 20 ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലമാണ്. ജന്മഗൃഹം വയൽവാരം വീട്. കുട്ടിക്കാലത്തെ പേര് നാരായണൻ. പിതാവ് മാടനാശാനും മാതാവ് കുട്ടിയമ്മയുമാണ്. ഭാര്യ കാളിയമ്മ. സമാധിയായ വർഷം 1928 സെപ്റ്റംബർ മാസം 20 മലയാള മാസം 1104 കന്നി 5. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, നൂറ്റാണ്ടിന്റെ മലയാളതയായിട്ട് മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി, ജനനവും മരണവും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ, ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ എന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരിമാരാണ് കൊച്ചുദേവിയും കൊച്ചുമാത തുടങ്ങിയവർ. ശ്രീനാരായണ ഗുരുവിന്റെ വിവാഹം നടത്തുവാനായിട്ട് നിശ്ചയിച്ച വർഷം 1882. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരുവാണ് കണ്ണങ്കര മുത്തപ്പിള്ള ആശാൻ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ ആണ്. ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു ഗുരുക്കന്മാരാണ് കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ, കൃഷ്ണൻ വൈദ്യരും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കരൻകുഴിയിലാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. വർഷം 1924. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നാണ്. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ നദീതീരത്താണ്. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന വർഷം 1924. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവൻ അയ്യരാണ്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലമാണ്. കാരമുക്ക് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം വെച്ചൂരിലെ ഉല്ലല എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കണ്ണാടി പ്രതിഷ്ഠയുടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മസ്മി എന്നാണ്. യു ആർ യുവർ സെൽഫ് ഗോഡ്. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബെസന്റ് ആണ്. SNDP അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903 മെയ് മാസം 15. 1978 ഇടവം 2. SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ
ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരിയിലാണ്. വർഷം 1927. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി മുറുക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹയാണ് അഥവാ മരുത്വമല. മരുത്വമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. ശ്രീലങ്കയിൽ അഥവാ സിലോണിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു രണ്ടാമതായിട്ട് ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1926. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായിട്ട് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ 150ാമത് ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം 2006. ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാം പുത്തൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശാവാസ്യോപനിഷത്തും ഒഴിവിലൊടുങ്ങാം തുടങ്ങിയ കൃതികളും. ഗുരുവിന്റെ തമിഴ് കൃതിയാണ് വേദരപദികങ്ങൾ. തേവരപദികങ്ങൾ എന്നതാണ് ഗുരുവിന്റെ തമിഴ് കൃതി. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, നിവൃത്തി പഞ്ചകം, നിർവൃത്തി പഞ്ചകം, ചിദംബരാഷ്ടം, വേദാന്ത സൂത്രം തുടങ്ങിയത്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 നവംബർ മാസം 22-ാം തീയതി ശിവഗിരിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്നറിയപ്പെടുന്നു. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജിമ ചെയ്ത വ്യക്തി കുമാരനാശാനാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925 മാർച്ച് 12-ാം തീയതി ശിവഗിരിയിൽ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ ദേശീയ നേതാവാണ് C രാജഗോപാൽ ആചാരി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജിമ ചെയ്ത വ്യക്തി N കുമാരനാണ്. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലവും ശിവഗിരിയാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രം ശ്വേതവർണം അഥവാ വെള്ള നിറമുള്ള വസ്ത്രമാണ്. ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ നിറം മഞ്ഞയാണ്. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ തുടങ്ങിയവരാണ്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. അത് ആരംഭിച്ച വർഷം 1904. സ്ഥാപകൻ കുമാരനാശാൻ. സ്ഥാപക പത്രാധിപർ M ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായിട്ട് SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട രചനകൾ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897. ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ച വർഷം 1914. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിന്റെ ഒരു കൃതിയാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം തിരുക്കുറലാണ്. തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവറാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച ഒരു രചന ആണ് നവമഞ്ജരി. മറ്റു രചനകൾ ചോദിച്ചാൽ ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പാദശകം, ചിദംബരാഷ്ടകം,
വിനായകാഷ്ടകം, ദർശനമാല, കാളി നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, നിർവൃത പഞ്ചകം, ജീവകാരുണ്യ പഞ്ചകം, ജനനി, നവരഞ്ജന മഞ്ജരി, കുണ്ടലിനി പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ചിജ്ജഡ ചിന്തനം. ശിവഗിരി തീർത്ഥാടനം ആദ്യമായിട്ട് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം 1925 ഒക്ടോബർ മാസം 17-ാം തീയതി. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം 1916. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ഏതെന്ന് ചോദിച്ചാൽ ശിവലിംഗദാസ സ്വാമികളാണ്. ശിവലിംഗദാസ സ്വാമികളുടെ ശിഷ്യന്മാരാണ് മലയാളി സ്വാമിമാരും രാമാനന്ദ സ്വാമി അഥവാ സിദ്ധവൈദ്യനും. ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ ഒരു കവിതയാണ് പറന്നുപോയ ഹംസം. വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവരാണ് മുർക്കോത്ത് കുമാരൻ, കൊറ്റിയത്ത് രാമനുണ്ണിയും. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനങ്ങൾ ഏതെന്നൊക്കെ ചോദിച്ചാൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, മദ്യം വിഷമാണ്, അതുകൊണ്ട് കൊടുക്കരുത് കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിൽ നിന്നുള്ള വരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഗുരുവിന്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടം ശ്രീധരൻ ആണ്. പെരുമ്പടവം ശ്രീധരൻ. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് M.K. സാനുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയാണ് മുർക്കോത്ത് കുമാരൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് T. ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ ആധാരമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് K.P. അപ്പനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ച നടനാണ് തലൈവാസൽ വിജയ്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകരും കണ്ടുമുട്ടലുകൾ എന്നൊക്കെയാന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891 കായിക്കരയിൽ വെച്ച്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷം 1895 ബാംഗ്ലൂരിൽ വെച്ച്. ശ്രീനാരായണ ഗുരു അയ്യൻകാളിയെ കണ്ടുമുട്ടിയ വർഷം 1912 ബാലരാമപുരത്ത് വെച്ചാണ്. വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചും. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916 തിരുവണ്ണാമലയിൽ വെച്ചുമാണ്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 ശിവഗിരിയിൽ വെച്ചും. മഹാത്മാഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം
1925 ശിവഗിരി മഠത്തിൽ വെച്ചുമാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവാണ് ശശി തരൂർ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കഞ്ഞേറ്റി കായലിലാണ്. കരുനാഗപ്പള്ളിയിൽ കഞ്ഞേറ്റി കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കുമരകത്താണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്കിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ കൈതമുക്ക്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. വചനങ്ങൾ. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായിട്ട് മറ്റൊരാളുമില്ല എന്ന് പറഞ്ഞത് ടാഗോറാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് CF ആൻഡ്രൂസ് ആണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായിട്ട് കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമിയാണ് ശ്രീ ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം വേലായുധൻ എന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്ലാർക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ ആണ് ആനന്ദ തീർത്ഥൻ. ആനന്ദ ശേണായി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ഡോക്ടർ പൽപുവിന്റെ രണ്ടാമത്തെ മകനാണ് നടരാജ ഗുരു. 1881 അഞ്ചുതെങ്ങിൽ ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ചു. 1887 അരുവിപ്പുറത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം അഥവാ മാവൂട്ടി യോഗം രൂപീകരിച്ചു. 1901 തിരുവിതാംകൂർ സർക്കാർ സാമൂഹിക പരിഷ്കർത്താവും മതാചാര്യനുമായിട്ട് പ്രഖ്യാപിച്ചു. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. കോടതികൾ വ്യവഹാരങ്ങളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ശ്രീനാരായണ ഗുരുവിന് ഇളവും ലഭിച്ചു. 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു. 1910 കോഴിക്കോട്, മംഗലാപുരം എന്നിവിടങ്ങളിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു. 1911 നാഷണൽ സെയിന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. 1912 ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ നടന്നു. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1915 പുതിയ വിദ്യാർത്ഥികൾക്കായിട്ട് മിശ്രഭോജനം നടത്തി. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. അതോടൊപ്പം ചെന്നൈയിൽ കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചു. 1920 തൃശൂർ കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ നടന്നു. 1924 ആലുവയിൽ സർവമത സമ്മേളനം. അതിന്റെ മുദ്രാവാക്യമാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. 1927 കണ്ണാടി പ്രതിഷ്ഠ. തുടർന്ന് പള്ളുരുത്തി SNDP യോഗം. ഗുരു അവസാനമായിട്ട് പങ്കെടുത്ത പൊതുസമ്മേളനമാണ് അത്. 1928 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സ്ഥാപിച്ചു ജനുവരി 9. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന സാംസ്കാരിക നായകനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കില്ലേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തിരുന്ന കാര്യം പരിഗണിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.